നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത കേസിൽ PV അൻവറിന് ജാമ്യം. നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. CV അനുമോദ് ചേരുന്നു വിശദാംശങ്ങളുമായി. അനുമോദ്, എന്തെങ്കിലും ഉപാധികളോടുകൂടിയാണോ ഈ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്? വനം മന്ത്രി തന്നെ ഈ അറസ്റ്റിൽ അസ്വാഭാവികതയുണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് രാഷ്ട്രീയപരമായി കൂടി പല വഴിത്തിരിവിലേക്ക് ഇത് നീങ്ങുന്നു. കൂടുതൽ UDF നേതാക്കൾ പിന്തുണയും എത്തുന്ന സാഹചര്യത്തിൽ കോടതിയിലും UDF നേതാക്കളുടെ സാന്നിധ്യമുണ്ടോ? അപർണ, നിരുപാധിക ജാമ്യമാണ് ഇപ്പോൾ PV അൻവറിന് നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നൽകിയിരിക്കുന്നത്. കസ്റ്റഡി അപേക്ഷ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോലീസിന്റെ അപേക്ഷ തള്ളുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നേരത്തെ തന്നെ കേസിൽ അഭിഭാഷകർ പറഞ്ഞിരുന്നത് PV അൻവറിനെ രാഷ്ട്രീയമായ വിരോധം വെച്ച് കുടുക്കാനുള്ള ശ്രമമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വാദമാണ് അഭിഭാഷകർ കോടതിയിൽ നടത്തിയത്. അതായത് ഈ സംഭവം ഉണ്ടായിട്ട് 12:20 ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കസ്റ്റഡി നടപടികളുണ്ടായി. പക്ഷേ അതിനുശേഷം വൈകുന്നേരം 4 മണിക്കാണ് ഇതിൽ FIR രേഖപ്പെടുത്തുന്നത്. ആ FIRൽ അൻവറിൻ്റെ പേര് മാത്രമാണുള്ളത്. അന്ന് അൻവറിൻ്റെ കൂടെ പ്രതി ചേർക്കപ്പെട്ട ആളുകളുടെ പേര് അതിലുണ്ടായിരുന്നില്ല. അതുതന്നെ അൻവറിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് എന്ന് കോടതിയിൽ അഭിഭാഷകർ വാദിച്ചിരുന്നു. അതുപോലെ തന്നെ കസ്റ്റഡി വാങ്ങുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം മറ്റ് പ്രതികളെ കണ്ടെത്താൻ വേണ്ടിയാണ്. അതിന് കസ്റ്റഡിയിൽ വാങ്ങേണ്ട കാര്യമില്ലെന്നും അൻവറിൻ്റെ അഭിഭാഷകർ വാദിച്ചിരുന്നു. ഈ വാദങ്ങൾ കോടതി അംഗീകരിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് അൻവറിനെ പ്രതി ചേർത്തു അല്ലെങ്കിൽ കസ്റ്റഡിയിൽ അറസ്റ്റ് ചെയ്തു എന്ന അൻവറിൻ്റെ അഭിഭാഷകരുടെ വാദം കോടതി അംഗീകരിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ഇവിടെ നിന്നും റിലീസിംഗ് ഓർഡർ കോടതിയിൽ നിന്നും പുറത്തിറങ്ങും. അതുമായിട്ട് DMKയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ അഭിഭാഷകർക്ക് തവനൂർ ജയിലിലേക്ക് ചെന്ന് അദ്ദേഹത്തെ പുറത്തിറക്കാൻ സാധിക്കും. എന്നാൽ 7 മണിയോടെ അദ്ദേഹത്തെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ കഴിയുമെന്നൊരു കണക്കൂട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുന്ന് 2 മണിക്കൂറിലധികം ദൂരം സഞ്ചരിക്കേണ്ടതുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് ആ ഒരു കാലതാമസം മാത്രമായിരിക്കും ഉണ്ടാവുക. അൻവറിന് ഇന്ന് തന്നെ പുറത്തിറങ്ങാൻ കഴിയുമെന്നാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട അഭിഭാഷകരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാണെങ്കിലും രാവിലെ മുതൽ വലിയ DMK പ്രവർത്തകരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും DMK പ്രവർത്തകർ വിധിയറിഞ്ഞ് ഇവിടേക്ക് നിരവധി പേർ എത്തിച്ചേർന്നിട്ടുണ്ട്. പോലീസ് നേരത്തെ ഈ ജാമ്യത്തെ എതിർക്കുകയും ജാമ്യം അനുവദിക്കരുത്, പകരം അൻവറിനെ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അൻവറിൻ്റെ ജാമ്യാപേക്ഷ കോടതി അംഗീകരിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടിട്ടുള്ളത്. അല്പസമയത്തിനകം റിലീസിംഗ് ഓർഡർ കോടതിയിൽ നിന്നും ഇറങ്ങും. ഇന്ന് തന്നെ അൻവറിന് തവനൂർ ജയിലിൽ നിന്നും പുറത്തിറങ്ങാനാകുമെന്നാണ് കരുതുന്നത്. അപർണ, അനുമോദ, ഈ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അറസ്റ്റ് എന്നുകൂടിയായിരുന്നല്ലോ അൻവർ മാധ്യമങ്ങളോട് ഇതിനു മുൻപ് അറസ്റ്റ് ചെയ്ത് പുറത്തേക്കിറങ്ങുമ്പോൾ പ്രതികരിച്ചത്. ആ തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെ UDF നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്നു. ജനങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയ ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്തു. ആ തരത്തിലുള്ള പ്രതികരണങ്ങളും അതൊരു ആ കേസ് തന്നെ നിലനിൽക്കുന്നതല്ല എന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്കുമൊക്കെ UDF കടക്കാനുള്ള സാഹചര്യമുണ്ടോ? അതോ ഈ പ്രസ്താവനകളിൽ തന്നെ അവസാനിക്കുമോ? തീർച്ചയായും UDFന്റെ ഭാഗത്തു നിന്ന് അൻവറിനെ ഈ വിഷയത്തിൽ പിന്തുണച്ചുകൊണ്ടുള്ള നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം DMKയുടെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ശ്രീ VS മനോജ് കൂടി ചേരുന്നുണ്ട്. ഇന്നലെ ഈ അൻവറിനെ അറസ്റ്റ് ചെയ്തു മുതൽ വലിയ പ്രതിഷേധത്തിലായിരുന്നു നിങ്ങൾ. ഇതിപ്പോൾ നിങ്ങളുടെ വാദം കോടതി അംഗീകരിച്ച് അദ്ദേഹത്തിന് ജാമ്യം നൽകിയിരിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണെന്ന് കോടതിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? എപ്പോഴാണ് അൻവറിനെ പുറത്തിറങ്ങാനാവുക? കോടതിയിൽ നിന്നുള്ള ഉത്തരവ് ലഭിച്ചാൽ ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടും. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്, കേരളത്തിൽ അക്രമ സംഭവങ്ങൾ ഇതാദ്യമല്ല. കേരള നിയമസഭ പോലും അക്രമത്തിന് സാക്ഷ്യം വഹിച്ചതാണ്. കേരള നിയമസഭയിലെ മന്ത്രിമാരായിരുന്നവരും സ്പീക്കറായിരുന്നവരും വീണ്ടും അവർ മന്ത്രിസഭയിൽ മന്ത്രിമാരായി വന്നവരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ നടത്തിയിട്ടുള്ള അക്രമങ്ങൾ, അത് സഭയ്ക്കുള്ളിലായാലും സഭയ്ക്ക് പുറത്തായാലും അക്രമമാണ്, നഷ്ടമാണ്. പൊതുമുതൽ നശീകരണത്തിന് പേരിൽ അവർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു? ആ പൊതുമുതൽ നശീകരണത്തിന് നേതൃത്വം നൽകി അവരെ അതിൽ നിന്ന് കുറ്റവാളികൾ അല്ലാതാക്കാൻ വേണ്ടി പൊതുഖജനാവിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഈ സന്ദർഭത്തിൽ നമ്മൾ കാണേണ്ടത്, കേരളത്തിലെ ഇന്ന് പൊതുജനം ഭയാശങ്കകളോടെ കാണുന്ന വന്യജീവി ആക്രമണം രൂക്ഷമായിരിക്കുന്ന സന്ദർഭത്തിൽ വന്യജീവി ആക്രമണത്തിനെതിരെ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണം. ആക്രമണം തടയാൻ മാന്യമായ നിലയിൽ ആനിമലിനെ കുറിച്ച് മൊത്തത്തിൽ പഠനം നടത്തി അവയെ നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു DMK നേതാവ് കൂടിയായ ബഹുമാനപ്പെട്ട നിലമ്പൂർ MLA നമ്മുടെ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരു പ്രചരണ പരിപാടിയുമായി പോയത്. അങ്ങനെ പ്രചരണ പരിപാടിയുമായി 3 ദിവസം പിന്നിടുമ്പോൾ 3-ാമത്തെ ദിവസം ഇത്
മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിക്കുന്നു. മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിൽ സ്വീകരണം നടക്കേണ്ട ദിവസമാണ് നമുക്കെല്ലാം വളരെ വേദനയോടെ നമുക്ക് കാണുന്ന മണി എന്ന ഒരു ആദിവാസി യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ഉണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്നാൽ ഇനി യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ലല്ലോ എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് മൃതദേഹത്തുള്ള ആദരസൂചകമായി ഞങ്ങളുടെ ജാഥ അവസാനിപ്പിക്കുകയും ഫോറസ്റ്റ് ഓഫീസിൽ പോവുകയും ഇവർക്ക് ആവശ്യമായ ആനുകൂല്യങ്ങൾ ഏതെല്ലാം വിധത്തിൽ നേടിക്കൊടുക്കാൻ കഴിയുമോ അവ എത്ര കണ്ട് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞാലും നല്ലതാണല്ലോ എന്ന് കരുതി ഞങ്ങൾ ഫോറസ്റ്റ് ഓഫീസിൽ പോയി DFOയുമായി സംസാരിക്കാൻ പോകുമ്പോൾ അവിടെ അദ്ദേഹം എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷ കൊണ്ട് ഞങ്ങളവിടെ ഇരുന്നത്. സ്വാഭാവികമായിട്ട് MLA ഇരിക്കുമ്പോൾ ഒരു അല്പ പ്രതിഷേധ സ്വഭാവത്തോടു കൂടിയാണ് ആളുകൾ പോകുന്നത്. ആ പ്രതിഷേധം അവിടെ രേഖപ്പെടുത്തി അദ്ദേഹം അവിടെ ഇരുന്നു. അപ്പോഴത്തേക്കും DFO അവിടെ എത്തും, ചർച്ച ചെയ്യും എന്ന് ആരോടെ പറഞ്ഞു കേട്ടു. അതുകൊണ്ട് അവിടെ കുറേ നേരം കൂടെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ പ്രവർത്തകർക്കുണ്ടായ ഒരു വികാര വിക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇടിച്ചകത്തേക്ക് കയറുന്നത്. അതും PV അൻവർ MLAയുടെ സാന്നിധ്യം ആ സന്ദർഭത്തിൽ അവിടെ ഇല്ല. ഞങ്ങൾ രണ്ടുപേരോട് ഫോൺ ചെയ്യാൻ വേണ്ടി മാറുന്ന സന്ദർഭത്തിൽ മാറി നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന ആളുകളകത്ത് കയറുന്നത്. അവിടെ PV അൻവർ ഒരു അക്രമത്തിനും മുതിർന്നിട്ടില്ല, ആഹ്വാനം നൽകിയിട്ടില്ല, അതിനൊന്നും നേതൃത്വം നൽകിയിട്ടില്ല. ആ സ്ഥാനത്ത് അദ്ദേഹത്തെ ഒന്നാം പ്രതിയാക്കി ഈ അക്രമത്തിനും മറ്റും പൊതുമുതൽ നശിപ്പിക്കുന്നതിനെതിരെ കേസെടുത്ത് ജയിലിലടയ്ക്കാനുള്ള പോലീസ് നീക്കമാണ് ഇന്ന് തകർന്നടിച്ചത്. ഈ അൻവർ അറസ്റ്റിലായത് മുതൽ രാഷ്ട്രീയ കേരളത്തിന്റെ പ്രതികരണം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നൊഴികെ മറ്റെല്ലാവരും തന്നെ അൻവറിന്റെ ആ നിലപാടിനൊപ്പം അൻവറിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ടായി. ഇത് DMKയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് എങ്ങനെയാണ് കരുത്ത് പകരുക? UDFന്റെ എത്രമാത്രം പിന്തുണ ഇനിയുള്ള ദിവസങ്ങളിൽ അതിനുള്ള പ്രവർത്തനം പ്രതീക്ഷിക്കുന്നുണ്ട്? ഞങ്ങൾ UDFന്റെ മാത്രമല്ല ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ശ്രീ PV അൻവർ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ ആരും UDFന് അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നവരല്ല. പക്ഷേ UDF ഞങ്ങളുടെ നിലപാടുകളെ പരിപൂർണമായി പിന്തുണയ്ക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, ഈ കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഇവ നേരിട്ട് ഏറ്റെടുത്തുകൊണ്ടാണ് ശ്രീ PV അൻവർ ഈ സമരത്തിലേക്ക്. ശ്രീ PV അൻവർ കോതമംഗലത്ത് കാട്ടാനയുടെ ചവിട്ടേറ്റ് മരണപ്പെട്ട എൽദോസിൻ്റെ വീട്ടിൽ പോയി. ഏറ്റവും ഒടുവിൽ എറണാകുളം ജില്ലയുടെ ബോർഡറിൽ ഇടുക്കി ജില്ലയുടെ താഴ്വാരത്തിൽ വരുന്ന മുള്ളരിങ്ങാട് ഈ അടുത്തിടെ മരിച്ച 22 വയസ്സുള്ളൊരു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ വീട്ടിലും സന്ദർശനം നടത്തി. അതിനൊക്കെ ശേഷമാണ് അദ്ദേഹം ഇവിടെ വന്ന് നമ്മുടെ ഈ സമര പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഈ സമര പരിപാടിയിൽ ഞങ്ങൾ ആവേശത്തോടു കൂടി നിൽക്കുമ്പോഴാണ് സ്വന്തം നിയമസഭാ മണ്ഡലത്തിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ പരിചയവും അദ്ദേഹത്തിൻ്റെ വളരെ അടുപ്പക്കാരനുമായ ആദിവാസി യുവാവായ മണിയുടെ മരണം. സ്വാഭാവികമായൊരു ജനപ്രതിനിധിക്ക് ഉണ്ടാകുന്ന വികാരം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മാത്രമല്ല അദ്ദേഹം ഒരു പച്ചയായ രാഷ്ട്രീയക്കാരനാണ്, ഒരു തുറന്ന മനസ്സോടുകൂടി പോകുന്ന ആളാണ്. അദ്ദേഹം തീർച്ചയായും ആ സമരത്തിന് നേതൃത്വം നൽകി. ആ നേതൃത്വം നൽകുക മാത്രമല്ല, ആരെന്ത് പറഞ്ഞാലും ആ സമര വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. പക്ഷേ ആ വിജയത്തിലെത്താൻ എത്തിയ ആ നേട്ടത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം CPM അദ്ദേഹത്തിനെതിരെ കള്ളക്കേസെടുക്കുകയായിരുന്നു. ക്രിമിനൽ കേസ് രൂക്ഷമായി എടുത്ത് അദ്ദേഹത്തെ തുറുങ്കലടച്ച് 14 ദിവസം സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കരുത്, ഈ 17 ആരംഭിക്കുന്ന സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കരുതെന്ന ദുരുദ്ദേശവും ഇതിന്റെ പുറകിലുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇപ്പോൾ കോടതിയിൽ നിന്നുള്ള ഓർഡർ കിട്ടിയോ? അത് അതിനെക്കുറിച്ച് വക്കീലുമായിട്ട് ആലോചിച്ച് വേണ്ട നടപടി സ്വീകരിക്കും. അതാണ് ഇവർക്കെല്ലാം തന്നെ പങ്കുവയ്ക്കാനുള്ള വികാരം. അരമണിക്കൂറിനുള്ളിൽ ഇവിടുന്ന് കോടതിയിൽ നിന്നുള്ള അൻവറിനെ വിട്ടയക്കാനുള്ള ഉത്തരവ് പുറത്തിറങ്ങും. അതുമായിട്ട് സംഘം തവനൂരിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ അവിടുന്ന് ഇറക്കുക ഏകദേശം 7:30 കഴിയും. 7:30-8 മണിയോടെ മാത്രമേ അവിടെ നിന്നും തവനൂരിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തിറക്കാൻ കഴിയൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി 24 മണിക്കൂർ കഴിയുന്നതിന് മുൻപ് അദ്ദേഹം കസ്റ്റഡിയിൽ നിന്നും, പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും പുറത്തിറങ്ങുന്നു എന്നൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. എന്താണെങ്കിലും രാഷ്ട്രീയമായിട്ട് അൻവറിന് ഏറെ വഴിത്തിരിവാകുന്ന കോടതി ഇതിൽ ചില ചോദ്യങ്ങളും ചോദിച്ചിട്ടില്ല. ഇത് വീട്ടിൽ വന്ന് ഈ തരത്തിൽ തിടുക്കത്തിൽ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇവർ തന്നെ ഉന്നയിച്ച വിഷയങ്ങൾ, ഈ ഉച്ചയ്ക്ക് 12 മണി തൊട്ട് കസ്റ്റഡിയിൽ ഉള്ളവരുടെ പേര് എന്തുകൊണ്ട് FIR ഇല്ല? ഇങ്ങനെ കോടതി തന്നെ ഈ വിഷയത്തിനകത്ത് പലതും ക്രമക്കേടോടുകൂടിയാണ് നടത്തുന്നത് എന്നുള്ളൊരു വിമർശനവും ഒരു നിരീക്ഷണവും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ലേ? രാഷ്ട്രീയപരമായിട്ട് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ ഗുണകരമാകുകയും ചെയ്യുന്നുണ്ട് അല്ലേ? അപർണ, അത് വാദത്തിനിടയിൽ കോടതി ചില സംശയങ്ങൾ ചോദിച്ചാണ്. ഉത്തരവിൽ എന്തെല്ലാം കാര്യങ്ങൾ കോടതി പറയുന്നു എന്നുള്ളത് നമുക്ക് വിശദമായ ആ ഉത്തരവ് ഇറങ്ങിയാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. നമ്മളും ഈ വാദത്തിന്റെ പൂർണ്ണമായ സമയത്ത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ കോടതി പ്രധാനമായിട്ടും ചോദിച്ചത് ഈ FIR-ൽ ഉള്ള പേരുകളെ കുറിച്ചാണ്. അതായത് റിമാൻഡ് റിപ്പോർട്ടിലുള്ള ആദ്യത്തെ 4 പേരിൽ
അവരിൽ ആരും തന്നെ അൻവർ ഒഴികെ ആരും തന്നെ എഫ്ഐആറിൽ ഉൾപ്പെട്ടിരുന്നില്ല. അപ്പോൾ അത് ഇവർ നേരത്തെ ഉച്ചയ്ക്ക് തന്നെ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നവരാണ്. പിന്നീട് റിമാൻഡ് റിപ്പോർട്ടിലുള്ള 4 പേർ. അവരെ എന്തുകൊണ്ട് എഫ്ഐആറിൽ അവരുടെ പേര് ഉൾപ്പെടുത്തിയില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അത് അൻവറിനെ മാത്രം ഉദ്ദേശിച്ച് നടത്തിയ ഒരു വൈരാഗ്യ ബുദ്ധിയോടെ നടത്തിയ നീക്കമല്ലേ എന്ന ചോദ്യമാണ് ഉയർന്നത്. ആ ഒരു പോയിന്റാണ് അൻവറിന്റെ അഭിഭാഷകർ കോടതിയിൽ വിശദീകരിച്ചത്. രണ്ടാമതായിട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും വന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ ഉന്നയിച്ച ആരോപണം അല്ലെങ്കിൽ ആവശ്യമായിട്ട് വന്നത് മറ്റ് ഈ കേസിൽ ഉൾപ്പെട്ട മറ്റ് പ്രതികളെ കണ്ടെത്തുവാൻ അൻവറിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം. അപ്പോൾ അതും അംഗീകരിക്കേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം ഒരു MLA ആണ്. എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോലീസിന് എത്താൻ കഴിയും. പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ കസ്റ്റഡിയിൽ വാങ്ങിച്ചു വേണമെന്നില്ല. മാത്രമല്ല പ്രതികളെ പിടികൂടുവാൻ ഒന്നാം പ്രതിയെ ചോദ്യം ചെയ്യുകയല്ല വേണ്ടത് എന്നൊരു നിരീക്ഷണമാണ് എന്നൊരു കാര്യമാണ് അൻവറിന്റെ അഭിഭാഷകർ മുന്നോട്ട് വെച്ചത്. അതോടൊപ്പം തന്നെ അൻവറിനെതിരെ മുൻപെടുത്ത കേസുകൾ, ആ കേസുകളുടെ വിശദാംശങ്ങളും കോടതിയിൽ വിശദീകരിച്ചു. അതും വൈരാഗ്യ ബുദ്ധിയോടെ പോലീസ് എടുത്ത കേസുകളായിട്ട് വേണം കാണുവാനെന്ന അൻവറിന്റെ അഭിഭാഷകർ മുന്നോട്ട് വെച്ച ആരോപണം അല്ലെങ്കിൽ ആ ഒരു കാര്യവും കോടതി അംഗീകരിച്ചു എന്ന് വേണം കരുതുവാൻ. എന്നാണെങ്കിലും അൻവറിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ട് ഏറെ മുതൽക്കൂട്ടാകുന്ന തീരുമാനങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നടപടികളെ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകർ ഉന്നയിച്ച വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ജാമ്യം നൽകുവാൻ കോടതി തീരുമാനിക്കുമ്പോൾ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിനെതിരെ നടത്തിയ നീക്കങ്ങൾ അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണത്തെ സാധൂകരിക്കുവാൻ അൻവറിനും തീർച്ചയായിട്ടും അനുമോദ ഈ മാസം 12-ന് KPCC അങ്ങനെ ഒരു അടിയന്തര യോഗം ചേർന്ന് ആ ചർച്ച തന്നെ ഔദ്യോഗികമായിട്ട് നടത്തുമെന്നുള്ള സൂചനകൾ വരുമ്പോൾ ഇന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ, ലീഗിന്റെ നേതാക്കളൊക്കെ തന്നെ പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ച നേരത്തെ പറഞ്ഞതുപോലെ അത് കാണുകയും ചെയ്തു. അൻവറിനോട് തന്നെ ഫോണിൽ സംസാരിക്കുന്ന ഒരു കാഴ്ചയിലേക്കൊക്കെ തന്നെ കൂടുതൽ പരസ്യ പ്രതികരണങ്ങൾ വരുന്നതോടൊപ്പം പിന്തുണ വരുന്നതോടൊപ്പം UDF പ്രവേശനവും അൻവറിന്റെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട് അനുകൂല നിലപാടുകളും നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടോ? അപർണ, ഇന്ന് രാവിലെ PK കുഞ്ഞാലിക്കുട്ടിയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിലപാട് വ്യക്തമാക്കിയത്. അനൌദ്യോഗികമായിട്ട് പല ചർച്ചകളും നടക്കുന്നുണ്ട്, പക്ഷേ അത് ഔദ്യോഗിക തരത്തിലേക്ക് മാറിയിട്ടില്ല എന്നും ആണ് അദ്ദേഹം പറഞ്ഞത്. അവിടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം VD സതീശൻ അതിനുശേഷം 2 മണിക്കൂറിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ UDF എടുക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴും അനൌദ്യോഗികമായിട്ട് അത്തരം ചർച്ച നടക്കുന്നുവെന്ന് PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുമ്പോൾ UDFിലെ ഒരു വലിയ വിഭാഗം, കോൺഗ്രസിലെ വലിയൊരു വിഭാഗവും മുസ്ലിം ലീഗുമൊക്കെ അൻവറിനെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന സന്ദേശം തന്നെയാണത് പുറത്തുവിടുന്നത്. ഒരുപക്ഷെ കോൺഗ്രസിലെ VD സതീശനടക്കമുള്ളവരുടെ ചില താല്പര്യമില്ലായ്മകളാകാം അതിന് വിഘാതമായി നിൽക്കുന്നത് എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്തുവാൻ. എന്താണെങ്കിലും മാറിയ സാഹചര്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇടതുപക്ഷത്തിന്റെ ഭാഗമല്ലാതിരുന്ന PV അൻവർ ഒരു രാഷ്ട്രീയ അഭയാർത്ഥിയായിട്ട് കേരള രാഷ്ട്രീയത്തിൽ അലഞ്ഞു നടക്കുമെന്ന ഇടതുപക്ഷത്തിന്റെ ആ ഒരു കണക്കുകൂട്ടലാണ് ഇന്നലത്തെ പോലീസ് നടപടിയോടെ ഇല്ലാതായിരിക്കുന്നത് എന്ന് വേണം നമുക്ക് പറയുവാൻ. കാരണം ഇന്നലത്തെ പോലീസ് നടപടി അദ്ദേഹത്തെ കരുത്തനാക്കുകയാണ് ചെയ്തത്. ഇതുവരെ അദ്ദേഹത്തെ എഴുതി തള്ളിയിരുന്നവർ അദ്ദേഹത്തെ ഒപ്പം നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുവരെ അദ്ദേഹത്തെ അനുകൂലിച്ച് സംസാരിക്കാൻ കഴിയാതിരുന്ന UDFിലെ പ്രമുഖ നേതാക്കൾ പോലും ഇന്ന് അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് ഈ ഒരു നടപടി തെറ്റായിപ്പോയി എന്ന് പറയുന്നുണ്ട്. അത് ഉപാധികൾ വെച്ചാണ് പലരും പറയുന്നതെങ്കിൽ പോലും ഇതുവരെ ഇല്ലാത്ത രീതിയിലൊരു പിന്തുണ ഈ പോലീസിന്റെ നടപടി കാരണം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. അപ്പോൾ ഏത് കാര്യത്തിലാണോ അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസ് ഇത്രയും തീവ്രമായ വേഗത്തിൽ ഒരു നടപടി സ്വീകരിച്ചത്, രാഷ്ട്രീയമായിട്ട് അൻവറിന് അത് ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ തീർത്തിരിക്കുന്നത് എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. അപർണ, റൈറ്റ്. ഏതായാലും PV അൻവർ നിലമ്പൂർ കോടതി ജാമ്യം അനുവദിച്ചു. PV അൻവർ അല്പസമയത്തിനകം ജയിലിന് പുറത്തേക്ക് എത്തും.